അപ്പം വി എസ് രഞ്ജിത്ത്, എങ്ങനെയൊക്കെയുള്ള മിശ്രിതങ്ങളാണ് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്? അതിൽ സാധാരണഗതിയിൽ ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതെങ്കിലും ഉൾപ്പെടുന്നുണ്ടോ? സുജയ, തീർച്ചയായിട്ടും ഇത്തരത്തിൽ കേന്ദ്ര ഡ്രഗ് കൺട്രോൾ ബോർഡ് ഇവിടെ നിരോധിക്കുന്നത് സ്വാഭാവികമാണ്. അത് സാധാരണ നിരോധിക്കാറുള്ളത് പുതിയ മിശ്രിതങ്ങൾ കണ്ടെത്തുമ്പോഴോ പുതിയ മരുന്നുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോഴോ ആണ്. പക്ഷേ ഇത്തവണ ചില മരുന്നുകൾ പേരുകൾ സഹിതമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മളൊക്കെ കേൾക്കുന്ന ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ, പ്രമേഹ രോഗികൾക്ക് കൊടുക്കുന്ന വൊഗ്ലിബോസ് പോലുള്ള, ഗ്ലിംപ്രൈഡ് പോലുള്ള മരുന്നുകൾ ഉണ്ട്. അതുപോലെ പ്രഷറുള്ള രോഗികൾക്ക് കൊടുക്കുന്ന, താരന് കൊടുക്കുന്ന മരുന്നുകൾ, അത്തരത്തിൽ 35 ഇനം മരുന്നുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുകയും വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം ഉപയോഗിച്ച ശേഷമാണ് ഇപ്പോൾ പറയുന്നത് ഇത് ഗുരുതര ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നതാണ്, വേണ്ടത്ര പരിശോധന ഇല്ലാതെയാണ് ഈ മരുന്നുകൾക്ക് അനുമതി കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാലം ഇത് ഉപയോഗിച്ചവർ അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് അനുഭവിക്കേണ്ടി വരും എന്ന്